ഞാൻ ഗൾഫിലെ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സെയിൽസ്, സർവീസ്, ഡിഫറെൻറ്റ് എക്യുപ്മെൻസിൻ്റെ ഓൾമോസ്റ്റ് 15 years ജോലി ചെയ്തു. ഇവിടെ വരുന്ന ഫാമിലീസ് വരുന്ന ഹസ്ബൻഡ്സ് മിക്കവാറും അവർ സെയിം പ്രൊഫഷനിലല്ല അവർ ജോലി ചെയ്യുന്നത്. അവർ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക. പലരും ഗൾഫിൽ നിന്നും ഇപ്പോൾ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെ പലരും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് മണ്ടത്തരമായി എന്ന് പറയാൻ പറ്റുമോ? ന്യൂസിലാൻഡ് ഞാൻ പറഞ്ഞിട്ട് സെറ്റ് ആവാൻ ഒരു നല്ല കൺട്രിയാണ്. ഈസിയാണ് സെറ്റ് ആവാൻ നല്ല. ഇവിടെ വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ ഒരു ജോലി തപ്പി കണ്ടെത്തി. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങൾ സേനി ചേട്ടനോട് ക്യാഷ്വലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി സേനി ചേട്ടൻ എടുത്ത എഫേർട്ട് വളരെ അപ്രീഷിയേറ്റീവ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്കും ഇതുപോലെ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ ഈ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്പം കൂടി യൂസ്ഫുൾ ആണ് ജോലി കണ്ടെത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ദ ഔട്ട്സ്പോക്കൺ മലയാളം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സേനു ചേട്ടനാണ്. സേനു ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അപ്പോൾ സേനു ചേട്ടൻ ഈ അടുത്ത് ന്യൂസിലാൻഡിലേക്ക് വന്ന ആളാണ്. ഗൾഫിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ സേനു ചേട്ടൻ ന്യൂസിലാൻഡിലെത്തി വിത്തിൻ 2 to 3 വീക്കിൽ സേനു ചേട്ടൻ ഗൾഫിൽ വർക്ക് ചെയ്ത ആ ഫീൽഡിൽ തന്നെ ജോലി കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. വെൽ ഡൺ, കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സേനു ചേട്ടൻ്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളൊക്കെയാണ് സേനു ചേട്ടൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ സേനു ചേട്ടൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായതിന് വളരെ ഒരു നന്ദി. കാരണം നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പലർക്കും കുറേ കാര്യങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഈ ഓരോ ആളുകൾ വന്ന എക്സ്പീരിയൻസിലൂടെയാണ് പലർക്കും ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള മനസ്സിനെ ഞാൻ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് ജേറിനും നന്ദി പറയുന്നു. സന്തോഷം. അപ്പോൾ സേനു ചേട്ടൻ എന്തായിരുന്നു ഗൾഫിൽ ചെയ്തുകൊണ്ടിരുന്നത്? എത്ര നാളായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ ഗൾഫിലെ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സെയിൽസ്, സർവീസ്, ഡിഫറെൻറ്റ് എക്യുപ്മെൻസിൻ്റെ ഓൾമോസ്റ്റ് 15 years ജോലി ചെയ്തു. ഏത് രാജ്യത്തായിരുന്നു? ഞാൻ ആദ്യം ദുബായ് ആയിരുന്നു. അതിനുശേഷം ഞാൻ മസ്കറ്റിൽ ഓൾമോസ്റ്റ് 12 years മസ്കറ്റ് ജോലി ചെയ്തു. ഒരേ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തത്. ഒരേ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്ക് അവിടെ അത്യാവശ്യം നല്ല ജോലിയായിരുന്നു. ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് വേറൊരു രാജ്യത്തിലേക്ക് പോകണം. പിന്നെ എൻ്റെ മക്കൾ പ്രായമായി, അവരുടെ എഡ്യൂക്കേഷൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ മക്കളുടെ കൂടെ പോയി അവരെ പഠിപ്പിക്കണം. നല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് പിന്നെ അവരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അങ്ങനെ അവരുടെ പഠനത്തെ അവരെ ഒറ്റയ്ക്കാക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ചോദിക്കണം. ആളുകൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ വീഡിയോ കാണുന്നതൊക്കെ ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് സേനു ചേട്ടൻ ന്യൂസിലാൻഡിലേക്ക് എത്തിയത്, മൈഗ്രേറ്റ് ചെയ്തത്? ഓക്കെ, ആദ്യം എൻ്റെ വൈഫ് നേഴ്സാണ്. വൈഫ് രജിസ്ട്രേഷൻ എടുത്ത് ഇവിടെ വന്നു. അങ്ങനെ അതിനുശേഷം വൈഫ് ഇവിടെ ജോബ് കിട്ടിയതിന് ശേഷം വൈഫ് PR-ന് അപ്ലൈ ചെയ്തു. വൈഫ് PR-ന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നാട്ടിൽ നിന്ന് PT പാസ്സായി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ PR കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ പലരും ന്യൂസിലാൻഡിലേക്ക് ഫാമിലി ആയിട്ട് ഈ ക്യാപ്പിന് വരുന്നതിൻ്റെ ഒപ്പം വരാറുണ്ട്. അല്ലെങ്കിൽ ചിലർ ഇവിടെ എത്തി ജോലി കിട്ടിയ ശേഷം വിസിറ്റർ വിസയ്ക്ക് വരാറുണ്ട്, ചിലർ വർക്ക് വിസയിൽ വരാറുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ PR കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തതും PR കിട്ടിയിട്ട് വരാമെന്നുള്ള ഡിസിഷൻ? അത് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ PR കിട്ടി, പ്രത്യേകിച്ച് ഗൾഫിൽ നല്ല ജോലിയുള്ളവരൊക്കെ പെട്ടെന്ന് ആ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കുന്നേക്കാൾ ഒരു നല്ലത് അവരുടെ ഉള്ള ജോലി നിന്നിട്ട് വേണമെങ്കിൽ PR-നൊക്കെ ഇട്ട് PR കിട്ടിയ ശേഷം വരുന്നത് ഒരു നല്ല ഡിസിഷനാണ്. ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ടൊരു കാരണം? എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നതിനും വൈഫ് ഇവിടെ വന്നപ്പോഴും വൈഫിനോടും പറഞ്ഞു PR ഇല്ലാതെ വന്നാൽ പിന്നെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഫാമിലീസ് വരുന്ന ഹസ്ബൻഡ്സ് മിക്കവാറും അവരുടെ സെയിം പ്രൊഫഷനിലല്ല അവർ ജോലി ചെയ്യുന്നത്. അവർ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക. അതായത് എനിക്ക് അങ്ങനെ ജോലി ചെയ്യുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അന്നേരം വൈഫ് പറഞ്ഞു ഇവിടെ വന്ന് PR എടുത്ത് വരുവാണെങ്കിൽ ജോബ്, നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോൾ അവർക്ക് ജോബ് കിട്ടി. ജോബ് കിട്ടാൻ ഈസിയാണ്, പിന്നെ കുട്ടികളുടെ പഠിത്തം എല്ലാം നല്ലതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വൈഫ് പറഞ്ഞനുസരിച്ച് ഞാൻ PR എടുത്തു. അപ്പൊ എത്ര നാളായി ഇപ്പൊ ചേട്ടൻ ന്യൂസിലാൻഡിൽ? ഇപ്പം December, ഞാൻ 6 months ആയതേ ഉള്ളൂ. 6 months. അപ്പൊ അതോടൊപ്പം തന്നെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് IELTS പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി രാജ്യത്തേക്ക് ഓപ്ഷൻ ഉണ്ട്. UK, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ഈവൻ അമേരിക്ക.
ന്യൂസിലാൻഡ്. എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? ന്യൂസിലാൻഡിനെ പറ്റി ന്യൂസിലാൻഡ് നല്ല ഹോസ്റ്റേജ് ആയിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന കൺട്രി. ഞാൻ ഒത്തിരി സ്റ്റഡി ചെയ്തു. പിന്നെ ക്ലൈമറ്റ്, പിന്നെ ജോബ് കിട്ടാനുള്ള ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് സെയിം ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ ജോബ് വേണമെന്ന് ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ളൊരു ഇതില്ലായിരുന്നു. കാരണം ഗൾഫിലൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് തീരെ ഒരു ലോ പ്രൊഫൈൽ ജോബിലേക്ക് പോകുന്നതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വന്നേ. ഓക്കെ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. തീർച്ചയായിട്ടും ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്ന ജോലി തന്നെ കണ്ടിന്യൂ, ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ആ ഒരു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് ടെക്നിക്കൽ ഫീൽഡിൽ ഒരു പ്രത്യേകത ഒന്ന് നമ്മൾ ടച്ച് വിട്ടുപോയാൽ പിന്നെ അതിലേക്ക് വരാൻ വേണ്ടി ഡിഫിക്കൽട്ട് ആവും. നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതോട് അനുബന്ധിച്ച് വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ ചേട്ടനോട് ചോദിക്കാനായിട്ട് വന്നത്, ഇപ്പോൾ നേരത്തെ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, പലരും ഗൾഫിൽ നിന്നും ഇപ്പോൾ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെ പലരും മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വന്ന ശേഷം അവർ പറയുന്നത് മണ്ടത്തനമായിപ്പോയി, ഫിനാൻഷ്യലി അവർക്കൊരു നേട്ടമില്ല, പണ്ട് അയക്കുന്ന പോലെ നാട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും ഗൾഫിൽ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, ചേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് മണ്ടത്തരമായി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മളൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉള്ള ഒരാളാണെന്ന് ഇരിക്കുന്നത്, നാട്ടിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട്, വീടുണ്ട്, വീടിൻ്റെ കടമുണ്ട്, ലോണുണ്ട്. അങ്ങനെ ഒരു ലയബിലിറ്റി ഒരാൾക്ക് ഇവിടെ വന്നിട്ട് വലിയ ബെനിഫിറ്റ് ഇല്ല. ഇവിടെ വന്ന് സെറ്റിൽ ആകാൻ വരുന്നവർക്ക് മാത്രമേ ഇവിടെ കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ഗൾഫിൽ എൻ്റെ ഇൻകം എന്തായിരുന്നു, അതിൻ്റെ 50% ആണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ ഏൺ ചെയ്യുന്നത് പോലും ഇവിടെ ഏൺ ചെയ്യുന്നില്ല, ഫാമിലി ആയിട്ട് നോക്കും. ഇല്ല, അവിടുത്തെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ സേവിങ്സ് ഒരു 40-50% മാക്സിമം. ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നതല്ല, നമ്മൾ എന്താണോ റിയലിസ്റ്റിക് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം പറയുന്നതാണ്. ഇപ്പോൾ പലർക്കും അറിയാം, ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ മൂവ് ചെയ്തിട്ട് പലരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, അവർക്ക് ന്യൂസിലാൻഡിൽ വന്നത് അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് മണ്ടത്തരമായിപ്പോയി, അവർക്ക് പൈസയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അവർക്കൊന്നും ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പലരും പൈസ നോക്കി ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ഇപ്പോൾ സെനിച്ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അത് തെറ്റായ ഡിസിഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു 20 lakhs ഒക്കെ സ്പെൻഡ് ചെയ്താണ് എല്ലാവരും വരുന്നത്. അത് ലോണൊക്കെ എടുത്താൽ വരുന്നത്. അതിനും നല്ലത് ആദ്യം ഒന്ന് ഗൾഫിൽ പോയി സെറ്റായിട്ട് അവിടുത്തെ ഇൻകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ കടമില്ലാതെ ഇവിടെ വന്നാലേ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവാൻ പറ്റുള്ളൂ. കടമായി വരുന്നവരാണ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഒത്തിരി പേര് തിരിച്ചു പോകുന്നുണ്ട്, അറിയാലോ, ഒത്തിരി പേര് ഇപ്പൊ തിരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ജോലി കിട്ടാത്തതിന്റെ കുറെ കാരണങ്ങളുണ്ട്. ഗൾഫിലേക്ക് ഒത്തിരി പേര് തിരിച്ചു പോകുന്നുണ്ട്. ആണല്ലേ? ഗൾഫിലേക്ക് ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തിരിച്ചു പോയവരുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടതല്ല, സെറ്റ് ആവുന്നില്ല. അവർക്ക് ഒത്തിരി കടങ്ങളും അതൊക്കെ ഉള്ളപ്പോൾ അതൊന്നും അവർക്ക്, വൈഫിന് മാത്രമേ ജോബ് ഉള്ളൂ, ഹസ്ബൻഡിന് ജോബ് ഇല്ല, മൊത്തം അങ്ങനെ തീരും. 6 മാസമൊക്കെ നിന്ന് അവർക്ക് ആകെ ഡിപ്രഷൻ അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പലരും മൂവ് ചെയ്യുന്നത് ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ മക്കളെ ഓർത്തിട്ടാണ്. കാരണം ചേട്ടൻ്റെ മക്കളൊക്കെ വലുതായി. അപ്പോൾ മക്കളുടെ ആ ഒരു ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്ക് ഗൾഫിൽ നിന്ന് വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും മൂവ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് കൂടുതൽ. ചേട്ടൻ്റെ കേസിൽ അങ്ങനെയാണ്. എൻ്റെ കേസിൽ 100% അത് തന്നെയാണ്. 100% അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ഗൾഫിൽ തന്നെ നിന്നിട്ട് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. മാക്സിമം ഒരു 48-50 ഏജ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് മക്കളുടെ കാര്യമെല്ലാം ഇത് വന്നപ്പോഴത്തേനും പിന്നെ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കുറച്ച് ക്രൈസിസ് വന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യം അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടെ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതുവരെ വലിയ കഷ്ടപ്പാടുകൾ വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ജോബ് കിട്ടി. ആ ജോബ് കിട്ടിയോണ്ട് എനിക്ക് കഷ്ടപ്പാട് വന്നില്ല. മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്ന പോലൊന്നും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പിന്നെ ഇതുവരെ ഇവിടെ കാലാവസ്ഥയാണ്, നമ്മുടെ UK പോയ കാനഡയിലൊക്കെ പോയ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ -ഡിഗ്രിയിലൊക്കെ പോകുന്നു. അതുകൊണ്ടൊക്കെ ഇവിടെ അങ്ങനത്തെ തണുപ്പില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പിന്നെ കുട്ടികളാണെങ്കിലും വന്നിട്ട് അവർ സെറ്റിൽ ആവുന്നുണ്ട്. മറ്റുള്ള കൺട്രിയിൽ പോകുന്നവരെല്ലാം കുട്ടികൾ സെറ്റ് ആവുന്നില്ല, ഒത്തിരി ടൈം എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ന്യൂസിലാൻഡ് ഞാൻ പറഞ്ഞിട്ട് സെറ്റ് ആവാൻ ഒരു നല്ല കൺട്രിയാണ്, ഈസിയാണ്, സെറ്റ് ആവാൻ നല്ല കൺട്രിയാണ്. ഈ ഫിനാൻഷ്യൽ കാര്യം മാറ്റി നിർത്തിയാൽ മറ്റുള്ള കാര്യങ്ങളുണ്ട് സെറ്റാണ്. നമുക്ക് വന്ന് ഇവിടെ ഈ PR പെട്ടെന്ന് അടിക്കും. വൺസ് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ വിത്തിൻ 2 to 3 months അല്ലെങ്കിൽ 6 monthസിനുള്ളിലൊക്കെ മിക്കവർക്കും റെസിഡൻസ് വിസ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാം. ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് വീട് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, എത്ര നിന്നാലും പറ്റില്ല. അതെ. അപ്പൊ ഇപ്പൊ ദുബായിലൊക്കെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നാൽ ഏറ്റവും വലിയൊരു ഇതാണ്, നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാം. നമ്മൾ മറ്റുള്ളവന് വാടക കൊടുക്കുന്നതിലും ആ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ മോർഗേജ് അടിച്ച് തീർക്കാം. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ്
ബെനിഫിറ്റ്സും ഉണ്ടല്ലോ. പിന്നെ ഇവരെ ലോക്കൽസ് ഒക്കെ നല്ല ബിഹേവിയർ ആണ്. നമ്മളിപ്പം ഗൾഫിലൊക്കെ എന്ന് വെച്ചാൽ അവര് അത്ര ഇവിടുത്തെ വെൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയതുകൊണ്ട് അവരുടെ ബിഹേവിയർ ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിൽ 6 മാസം കൊണ്ട് ചേട്ടൻ തീർച്ചയായിട്ടും ഹാപ്പി തന്നെയാണ്. ഫിനാൻഷ്യൽ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി സെറ്റ് ആവാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ കേസിൽ എനിക്ക് വന്നതിനകത്ത് ലാഭം ഒഴികെ നഷ്ടമൊന്നുമില്ല, നഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഫിനാൻസ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഡെസ്പാവും. ആ ഒരു ഇതിലേക്ക് പോവാതെ നമ്മൾ ജസ്റ്റ് ഇവിടെ സെറ്റ് ആവുക, മക്കളുടെ പഠിത്തം അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ ന്യൂസിലാൻഡ് നല്ല കൺട്രിയാണ്, നല്ല ആൾക്കാരാണ്, നല്ല ക്ലൈമറ്റാണ്, എല്ലാം നല്ലതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സേനിച്ചേട്ടൻ്റെ ഏറ്റവും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സേനിച്ചേട്ടൻ ഇവിടെ വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ ഒരു ജോലി കണ്ടെത്തി. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങൾ സേനിച്ചേട്ടനോട് ക്യാഷ്വലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി സേനിച്ചേട്ടൻ എടുത്തൊരു എഫേർട്ട് വളരെ അപ്രീഷിയേറ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും പോവാത്ത പല വഴിക്കടെ സേനിച്ചേട്ടൻ സഞ്ചരിച്ചിട്ടാണ് അങ്ങനെ 2 ആഴ്ച കൊണ്ട് ജോലി കണ്ടെത്തിയത്. അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത ഒത്തിരി ആളുകൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു ഇവിടെ വരുന്നതിന് മുമ്പ് ചേട്ടൻ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയോ അതോ ഇവിടെ വന്നിട്ടാണോ തുടങ്ങിയത്? ഞാൻ അവിടെ മസ്കറ്റ് നിന്ന സമയത്ത് തന്നെ ഞാൻ ഒത്തിരി റീഡ് ചെയ്യുന്ന കൂടുതലാണ്. ഒത്തിരി റീഡ് ചെയ്യും, ഒത്തിരി ഓൺലൈൻ റീഡ് ചെയ്യും, അങ്ങനെ എല്ലാം നോക്കും, എല്ലാം വീഡിയോസ് കാണും. അങ്ങനെല്ലാം വീഡിയോസ് കാണുമ്പോഴത്തേനും ഞാൻ ഈ ഇവിടെ വന്ന് PR കിട്ടിയാൽ പിന്നെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈസിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെയിം ഫീൽഡിലുള്ള ഒത്തിരി കമ്പനീസ് ഇങ്ങനെ സെർച്ച് ചെയ്തു. അങ്ങനെ കുറച്ച് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു നേരത്തെ തന്നെ. പിന്നെ ഇവിടുത്തെ ഓരോ ഓൺലൈൻ സൈറ്റുകൾ, സീക്ക്, ട്രേഡ് മീ അതുപോലുള്ള സൈറ്റുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേനുള്ള ഞാൻ എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് വരുന്നത് ഞാൻ നോക്കി. റെസ്പോൺസ് വരുമ്പോഴത്തേനും ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടി 200 പീപ്പിൾ, ഹൗ മെനി പീപ്പിൾ അപ്ലൈഡ് എന്ന് വരുന്നുണ്ട്. അതൊന്ന് 200 പീപ്പിൾ. എനിക്കറിയാം ഈ 200 പീപ്പിൾ ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. 200 പീപ്പിളിനകത്ത് ഇവരിപ്പം ഇവിടുത്തുകാർ നല്ല ഏബിൾ ആണെങ്കിൽ അവരെ എടുക്കുള്ളൂ. നമ്മളിപ്പോൾ പുതിയതായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ഒരാളെ അവർ പ്രിഫർ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അവിടുന്ന് ഒത്തിരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെയുള്ള സൈറ്റുകൾ റെസ്പോൺസ് ഭയങ്കര മോശമായപ്പോൾ ഞാൻ വേറെ രീതിയിൽ നോക്കാൻ തുടങ്ങി. അന്നത്തെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ കമ്പനികൾ നോക്കിയിട്ട് ഓരോ കമ്പനി സെയിം ഫീൽഡും ടെക്നിക്കൽ ഫീൽഡിലുള്ള കമ്പനികളുടെ അഡ്രസ്സുകൾ എടുത്തിട്ട് ഞാൻ അവരുടെ ഇൻഫോയിലേക്കും അങ്ങനെയുള്ള ഒരു 10-100 കമ്പനികളുടെ ഇൻഫോയിലേക്ക് ഞാൻ ഇങ്ങനെ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഇൻഫോ ഐഡികൾ എടുത്തിട്ട് ആ ഇൻഫോ ID, അഡ്മിൻ ID, അതുപോലെ കാണുന്ന അതിനകത്തുള്ള എല്ലാ ID, സർവീസ് ID, അതായത് ബേസിക്കലി ചേട്ടന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ലിസ്റ്റ് തപ്പി എടുത്തു. ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ ഈ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്പം കൂടി യൂസ്ഫുൾ ആണ് ജോലി കണ്ടെത്താനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫോ എടുത്തിട്ട് ചേട്ടൻ്റെ CV അയച്ചോ അതോ കുറച്ചെടുത്ത് CV അയച്ചു, കുറച്ചെടുത്ത് മെയിൽ അയച്ചു. വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ചു. വേക്കൻസി അയച്ചു. ഞാൻ അവിടെ വെച്ച് തന്നെ എന്നെ ഒരു 2 കമ്പനികൾ കോൺടാക്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ അയച്ച ശേഷം അവർ കോൺടാക്ട് ചെയ്ത് അവരെന്നോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് EWRB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഏജൻസി ഉണ്ട്. അവരുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ സർട്ടിഫിക്കേഷൻ വേണമെന്ന്. പക്ഷേ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. അതൊരു 6 months എടുക്കും അതെല്ലാം കിട്ടി വരുമ്പോൾ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് അന്നേരത്തിന് ഞാൻ അന്നേരത്തിനും EWRBയുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒത്തിരി സമയം എടുക്കുമെന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ അതിനൊരു സ്പോൺസർ വേണം. നമുക്കിപ്പോൾ ഒരു കമ്പനി ജോലി ചെയ്ത് 6 months എക്സ്പീരിയൻസ് ആയാൽ പിന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ വന്ന് ജോബ് ചെയ്തിട്ട് അതായത് ഞാൻ കൂടുതൽ ഈ EWRB വിട്ടു. EWRBയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്നൊക്കെ അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ജോബ് തരാം, വന്ന് മീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അന്നതിന് എനിക്ക് മനസ്സിലായത് വന്ന് മീറ്റ് ചെയ്താൽ അത്ര നമുക്കൊരു ഇതല്ല. കാരണം ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി വരുമ്പോൾ 6 months അപ്പോഴേക്കും ആ വേക്കൻസി എല്ലാം ഫില്ലായി പോകും. അതൊന്നും നമുക്ക് നടക്കത്തില്ല. അങ്ങനെ എന്നെ 2 ഇൻ്റർവ്യൂ എനിക്ക് അവർ ഓൺലൈനായിട്ട് നടത്തിയായിരുന്നു. അവരെല്ലാവരും ഈ ഒരു സർട്ടിഫിക്കേഷൻ അതെല്ലാം പറഞ്ഞിട്ട് പതുക്കെ പിന്നെ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ആദ്യത്തെ ആഴ്ച അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്നെ ഇവിടുന്ന് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കമ്പനി എന്നെ കോൺടാക്ട് ചെയ്തു. അവൻ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്ന് അതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. അന്ന് പറഞ്ഞു ഇന്ന് തന്നെ ഇവിടെ വന്ന് എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ നോർമലായിട്ടുള്ള ഇതായിട്ട് ചുമ്മാ അത് അങ്ങ് പോയി. അവിടെ പോയി അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് എന്നോട് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ എന്നോട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അവർ ഓഫർ ലെറ്റർ അയച്ചു. അന്ന് തന്നെ വേറെ ജോയിൻ ചെയ്ത് ഞങ്ങളോട് ജോയിൻ ചെയ്യണം, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം അവരെന്നോട് ചോദിച്ചു എനിക്ക് ട്രാവലിംഗ് ജോബ് ആണ് നേരത്തെ തൊട്ട്, അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ റെഡിയാണോ, വിത്തിൻ 2 months ലൈസൻസ് എടുക്കും. ഇവിടുത്തെ ന്യൂസിലാൻഡ് ലൈസൻസ് എടുത്താൽ അവരുടെ
കമ്പനി കാറുകൾ, കമ്പനി വാനുകൾ, ഇതൊക്കെ ഇതിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ലൈസൻസിനേക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് ന്യൂസിലാൻഡ് ലൈസൻസ്. അത് വളരെ ഒരു വാലിഡ് ആയിട്ട് പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഒരു ലൈസൻസ് എടുക്കാൻ നോക്കുക. കാരണം ഒട്ടുമിക്ക ജോലികൾക്ക് തന്നെയും ഇവർ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ലൈസൻസ്. അവർ ചോദിക്കും. ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ അല്ലേ. പിന്നെ ഇവിടുത്തെ ഏത് വണ്ടി വേണമെങ്കിലും ഓടിക്കാം. ഏത് വണ്ടി വേണം. ഇപ്പം കമ്പനി വണ്ടി ഓടിച്ച് എന്തെങ്കിലും ആക്സിഡന്റ് വന്നാൽ ഇവിടുത്തെ നാട്ടിലത്തെ ലൈസൻസ് വെച്ചാണെങ്കിൽ അതിന് ഒത്തിരി നൂലാമല ഉണ്ട്. അതിന്റെ ഇൻഷുറൻസിന്റെ ഒക്കെ ക്ലെയിമിന് ഭയങ്കര നൂലാമല ഉണ്ട്. അതിന്റെ കമ്പനി ആ റിസ്ക് ഒന്നും എടുക്കില്ല. അവർ വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടല്ലോ. അവരങ്ങനത്തെ ഇതൊന്നും എടുക്കില്ല. അപ്പൊ നമ്മൾ ഈ ജോബ് കണ്ടെത്തിയ ഇതിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ചേട്ടൻ ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിലിരുന്ന് അയച്ച മെയിലുകൾ, ഈ കമ്പനിയുടെ ഇൻഫോ മെയിലിലേക്ക് അയച്ച, അതിൽ നിന്നാണോ ചേട്ടൻ ഈ ഒരു ഇന്റർവ്യൂ കിട്ടിയത്? ഞാൻ അവിടുന്ന് ഒത്തിരി അയച്ചായിരുന്നു, ഇവിടെ വന്നിട്ടും അയച്ചായിരുന്നു. ഇതിൽ ഏതാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒത്തിരി കണ്ടതെല്ലാം അയച്ചു. പക്ഷെ ഫസ്റ്റ് 2 വീക്കിൽ തന്നെ ഇവിടെ വന്നിട്ട് അയച്ചു തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ അത് ചെക്ക് ചെയ്തില്ല. ഇവിടെ വന്നിട്ട് അയച്ച ഇതിലാണ് വിളിച്ചു. ഒരു ഇന്റർവ്യൂവിനെ പോയുള്ളൂ ഞാൻ. എങ്ങും പോയില്ല. ആ ഒരു ഇന്റർവ്യൂവിന് അന്ന് തന്നെ ജോലിയായി. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ജോലി, അപ്പൊ പ്രൈവസി ഡീറ്റെയിൽസ് കൊണ്ട് ചേട്ടന് ചിലപ്പോൾ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യുന്ന ജോലിയെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒന്ന് പറയാമോ? അവിടെ ചെയ്യുന്ന സെയിം ജോലി തന്നെയാണോ ചെയ്യുന്നത്? എന്താണ് ഇപ്പൊ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്? പല പവർ എക്യുപ്മെന്റ്സ്, കാലിബ്രേഷൻസ്, അങ്ങനെ ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇവര് കാലിബ്രേഷൻസ്, അതുപോലെ മെഷീൻസിന്റെ ടെസ്റ്റിങ്, സർട്ടിഫിക്കേഷൻ. ഇവിടെ വേറെ നമ്മുടെ രാജ്യങ്ങൾ പോലല്ല. ഇവിടെ എല്ലാത്തിനും സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരു മെഷീൻസ് ഓടിക്കാൻ പറ്റില്ല. എന്ത് മെഷീൻസ് ആണ് പുതിയത് വന്നാലും അതാണ് എല്ലാത്തിനും. അപ്പോൾ അതായത് ഇവിടുത്തെ ഒരു അതോറിറ്റി, ഇവിടുത്തെ ഒരു ഓതോറൈസ്ഡ് ഏജൻസിയുടെ സർട്ടിഫിക്കേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഏജൻസി ഉണ്ട്, അയൻസ്. ഈ അയൻസിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ആൾ സർട്ടിഫൈ ചെയ്ത മെഷീൻസ് മാത്രമേ ഓടിക്കാൻ. അതുപോലെ എല്ലാ ഇയർലി ഈ മെഷീൻ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. കാരണം അതേതാകുമ്പോഴത്തേന് ഒരു ചെക്കിംഗ് ഉണ്ട്, ഇയർലി ഗവൺമെന്റിൽ നിന്ന് ചെക്കിങ് വരും. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ആ മെഷീൻസ് എല്ലാം സർട്ടിഫൈഡ് ആണെന്ന് അവർ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര വലിയ ഫൈൻ കൊടുക്കും. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി ഫീൽഡ് അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിനിപ്പം ഇതിന്റെ തന്നെ അയൻസിന്റെ തന്നെ ഒത്തിരി സർട്ടിഫിക്കേഷൻ, ഒത്തിരി നമ്മുടെ ഡിഗ്രി, നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി പഠിച്ച് അത് കഴിഞ്ഞ് PG പഠിച്ച് അതേപോലെ തന്നെയുള്ള ഇഷ്ടം പോലെ ഇതുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇത് അയൻസിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും. ഞാൻ ടെസ്റ്റിംഗ് ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻ വേറെ ആൾ ചെയ്യും. അതുപോലെ മെഷീൻസിന്റെ കുറച്ച് മെഷീൻസ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇൻസ്റ്റലേഷൻസ് ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ കുറച്ച് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫീൽഡും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നിട്ടില്ല. ഗൾഫിലത്തെ സെയിൽസും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജോബ് ചെയ്യുന്നത്, ഗൾഫിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇവിടെ എടുക്കുന്ന എഫേർട്ടും ഡിഫറെൻറ്റ്. ഗൾഫിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 24 hours വർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് എത്ര അവർ വർക്ക് ചെയ്യുന്നു അതിന് സാലറി ഉള്ളതുകൊണ്ട് കമ്പനി നമ്മളെ ഒത്തിരി അവർ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. നമുക്ക് ഇവിടെ വർക്ക് ലോഡ് ഭയങ്കര കുറവാണ്. വർക്ക് ലൈഫ് ഫാമിലി ലൈഫ് ബാലൻസ് ആയിരിക്കും, എപ്പോഴും ബാലൻസ് ആയിരിക്കും. അവിടെ ഞാനൊരു ഡെയിലി ആവറേജ് 12 hours വർക്ക് ചെയ്യുന്നതാണ്. 8 hours ചെയ്താൽ മതി. 12 hours ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. അവിടെ 12 hours ചെയ്താലും ബെനിഫിറ്റ് ഇല്ല. ഇതൊരു പോസിറ്റീവ്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ടൈം നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലി ലൈഫ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പം കുറച്ച് റീഡ് ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന കൂടുതലാണ്. ഞാൻ നേരത്തെ കുറച്ച് കഥകള്, കവിതകള് ഇതൊക്കെ എഴുതും. അത് പറഞ്ഞപ്പോൾ സേനു ചേട്ടന് ഒത്തിരി ഭക്തിഗാനങ്ങളൊക്കെ, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഒക്കെ എഴുതുകയും അതിന് മ്യൂസിക് മ്യൂസിക് ബേസിക് മ്യൂസിക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി കർണാട്ടിക് മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ വെളിയിൽ മ്യൂസിക് അറിയാവുന്ന ഒരാളെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കും. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഞാൻ SJ എന്ന് പറഞ്ഞിട്ട് SJ ക്ലാസിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. SJ ക്ലാസിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലും വേറെ ഒത്തിരി ചാനലുകളിലും നമ്മുടെ പാട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ 2-3 അച്ഛന്മാരുമായിട്ടുള്ള ലിങ്ക് ഉണ്ടായിരുന്നു. അന്നേരം അവരെല്ലാം 1-2 പാട്ട് ചെയ്തപ്പോൾ നമ്മൾ നല്ലതാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈറ്റിൽ സോങ്ങുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് സംഘടനയൊക്കെ ഉണ്ട്. തണൽ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അവരൊരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. അവർക്ക് വേണ്ടിയിട്ട് ടൈറ്റിൽ സോങ് അവരുടെ സംഘടനയ്ക്ക് വേണ്ടി ടൈറ്റിൽ അതെല്ലാം ഞാൻ എഴുതിയത്. ഞാൻ ബേസിക് ആയിട്ടുള്ള ട്യൂണും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ട്യൂൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും പാടുമ്പോൾ ആ ഒരു ഇത് വരില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് കർണാട്ടിക് മ്യൂസിക് നല്ലോണം അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇതല്ലാത്തതുകൊണ്ട് ബേസിക് ട്യൂൺ ചെയ്തിട്ട് വേറെ ആൾ ചെയ്യും. അങ്ങനെ
അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് സേനിച്ചേട്ടനെ കുറിച്ചും സേനിച്ചേട്ടൻ്റെ ഇതുവരെ ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ ടൈറ്റിലിൽ കാണുന്ന ആ ഒരു ക്വസ്റ്റിന് സേനിച്ചേട്ടൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഗൾഫിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് വരുന്നത് മണ്ടത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മണ്ടത്തരമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫാമിലി ആയിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഡിസിഷൻ തന്നെയാണ്. പക്ഷെ പൈസ മാത്രം ആഗ്രഹിച്ചാൽ വരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ, ഗൾഫിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ അല്പം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു മെയിൻ കാര്യം സേനിച്ചേട്ടൻ ആ ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടി എടുത്ത ഒരു എഫേർട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹാർഡ് വർക്കിനെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ജോലി ചെയ്യണമെങ്കിൽ, അതേപോലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ഇവിടെ വരുമ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസുകളുണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ് ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കെയർ ജോബ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബ് കിട്ടത്തില്ല എന്നൊക്കെ ചിലരും പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് കിട്ടുന്നില്ല എങ്കിലും ഇതുപോലെ സക്സസ് സ്റ്റോറീസ് ഒത്തിരി ഉണ്ട്. എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ജെറിൻ ആൻഡ് സേനു ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു.